എടീ സാധനത്തിന്റെ പേര് എനിക്ക് അറിയാവാ, ഇത് എന്തിനു ഉപയോഗിക്കാന്ന് അറിയാവാ? എടാ ഇതിന്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ പച്ചക്കറി കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ കയ്യിൽ ഇട്ടിട്ട് ഇങ്ങനെ അരിയാണെങ്കിൽ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ അവരുടെ കൈയൊന്നും മുറിയാതെയും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എനിക്ക് ഇത് ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞില്ല, ഇത് എന്താണെന്ന് ചോദിച്ചോളൂ. നമ്മളിങ്ങനെ മുറിക്കുമ്പോഴത്തേക്കും, അതായത് പച്ചക്കറി മുറിക്കുമ്പോഴത്തേക്കും ഇതിൽ സ്ക്രാച്ച് വീഴും. ആ സ്ക്രാച്ചിൽ നിന്ന് ഇതുപോലത്തെ വരകളൊക്കെ ഉണ്ടാവും. ഇതിന്റെ മെറ്റീരിയൽ ഇതിൽ നിന്ന് സ്ക്രാച്ചായി പോകുന്നതാണ് ഈ വരകളായിട്ട് വരുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഫുഡിനകത്ത് ഇത് റബ്ബർ ആണെങ്കിൽ റബ്ബറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ അംശമൊക്കെ നമ്മുടെ ഫുഡിനകത്തോട്ട് പോയിട്ട് കുക്ക് ചെയ്ത് നമ്മൾ കഴിച്ചും അങ്ങനെ നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അസുഖം ക്യാൻസർ ആയതുകൊണ്ട് അത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പലതരത്തിലുള്ള അസുഖങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ വളർച്ചയെ വരെ ബാധിക്കാൻ വരെ പ്രശ്നമുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് ഇതിൽ നിന്ന് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. അപ്പം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മാക്സിമം മാറ്റിയിട്ട് മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ആക്സസറീസിലേക്ക് പോകുക എന്ന് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. തുടങ്ങി അവൻ്റെ ഒരു കോണ. എടാ അത് എന്തിനാടാ? അത് ആണ് കയ്യൊറ. അതാണ് കയ്യൊറ. നീ അതിന് പ്രത്യേകിച്ച് സാനിറ്റൈസർ ഒന്നും യൂസ് ചെയ്തിട്ടുള്ള പേരൊന്നും കണ്ട. അതാണ് കയ്യൊറ. അതിന് ചെറിയ കഴപ്പൊന്നുമില്ല, കുറച്ച് വലിയ കഴപ്പാണ്. എന്നാലും പൊട്ടനാണോ പൊട്ടനായി അഭിനയിക്കുകയാണ് പ്രശ്നം.